അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. വിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ബഹുമാനമുള്ള ആദരവുള്ള ദിവസങ്ങളാണെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങൾ നാം ചെയ്യുന്ന അമലുകൾക്ക് വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തെല്ലാം നന്മകൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ, നോമ്പായിട്ടും വിശുദ്ധ ഖുർആൻ പാരായണങ്ങളായിട്ടും ദിക്റുകളും ഔറാദുകളുമായിട്ടും പ്രാർത്ഥനകളിലുമായൊക്കെ ഈ ദിവസങ്ങളെ രാപ്പകലുകളെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളത് വലിയ തൗഫീഖാണ്. അള്ളാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ പ്രത്യേകം നാം ചെയ്യേണ്ടുന്ന ദിക്റുകളെ സംബന്ധിച്ച് ഹബീബ് സയ്യിദനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു സയ്യിദനാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മഹത്തായ ദിവസങ്ങളുടെ ബഹുമാനവും ആദരവും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞതായി കാണാം, ഫഅക്സിറൂ ഫീഹി. അതുകൊണ്ട് തന്നെ ഈ ബഹുമാനമുള്ള ആദരവുള്ള വളരെയധികം പ്രാധാന്യമുള്ള ഈ ദിവസങ്ങളിൽ, ദുൽഹിജ്ജ 10 ദിവസങ്ങളിൽ നിങ്ങൾ വർദ്ധിപ്പിക്കണേ തഹ്ലീൽ വർദ്ധിപ്പിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള തഹ്ലീൽ നിങ്ങൾ ധാരാളം ചൊല്ലണം. അതുപോലെ തന്നെ വത്തക്ബീർ, അല്ലാഹു അക്ബർ എന്നുള്ള തക്ബീർ നിങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കണേ. വത്തഹ്മീദ്, അൽഹംദുലില്ലാഹ് എന്നുള്ള തഹ്മീദ്, അള്ളാഹുവിനെ സ്തുതിച്ചു പറയൽ, അത് നിങ്ങൾ വർദ്ധിപ്പിക്കണേ എന്ന് ഹബീബ് സയ്യിദനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. മഹാന്മാരാകുന്ന സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹും ഈ പറയപ്പെട്ടതുപോലെ തക്ബീറും തഹ്ലീലും തഹ്മീദുമായി ഈ 10 ദിവസങ്ങളെയും ഉപയോഗപ്പെടുത്തിയതായും ഹദീസുകളിൽ കാണാം. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി കാണാം, സയ്യിദനാ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഇവർ രണ്ടുപേരും യഖ്റുജാനി ഇല സൂഖ്, അങ്ങാടിയിലേക്ക് അവർ പുറപ്പെടും. ഫി അയ്യാമിൽ അശ്ർ, ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളിൽ അങ്ങാടികളിലേക്ക് അവർ രണ്ടുപേരും ഇറങ്ങി വരികയും യുക്കബ്ബിറാനി, ഉച്ചത്തിൽ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലും. വയുക്കബ്ബിറുന്നാസു ബിതക്ബീരിഹിമാ, ഇവർ രണ്ടുപേരുടെയും തക്ബീറിനോട് അതേ ജനങ്ങളും അത് ഏറ്റുചൊല്ലുമായിരുന്നു എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി മഹാന്മാരാകുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒക്കെ ചൊല്ലിയതാണ്. നമുക്കും ഇതുപോലെ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. ദുൽഹിജ്ജ 1 മുതൽ 10 വരെ ആട്, മാട്, ഒട്ടകം തുടങ്ങിയ മൃഗങ്ങളെ കാണുകയോ അവയുടെ ശബ്ദം കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഉറക്ക തക്ബീർ ചൊല്ലൽ സുന്നത്തുള്ളതായി മഹാന്മാരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട ദിവസങ്ങളൊക്കെ നാം പരമാവധി തക്ബീറിലായി, തഹ്മീദിലായി, തഹ്ലീലിലായി, വിശുദ്ധ ഖുർആൻ പാരായണത്തിലായി, നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ഇങ്ങനെ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്കൊണ്ട് സാധിക്കുമോ ഇവകളിലായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധ്യമാവണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ഇഖ്ലാസോടെ അമലുകൾ ചെയ്യാനുള്ള വലിയ തൗഫീഖ് അള്ളാഹു നമുക്ക് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.